ദുരിതക്കയത്തിൽ നിന്നും കരകയറാൻ നിർധന യുവതി ചികിത്സാ സഹായം തേടുന്നു. മൂന്ന് കൊല്ലമായി ഭർത്താവ് മരിച്ചിട്ട്. പാപ്പ മരിച്ചു, പിന്നെ ഉമ്മ ഉണ്ട്, ഒരാങ്ങളയുണ്ട്, ഒരേട്ടത്തിയും ഒരഞ്ചത്തിയും. അവരൊക്കെ ബുദ്ധിമുട്ടിലാണ്. കൊല്ലങ്കോട് പൊരിച്ചോളത്ത് പരേതനായ മുഹമ്മദ് അലിയുടെ ഭാര്യ 39-കാരി വസീലിയാണ് സുമനസുകളുടെ ചികിത്സാ സഹായം തേടുന്നത്. ഇരുവൃക്കകളും തകരാറിലായതിനെ തുടർന്ന് വർഷങ്ങളായി ചികിത്സയിലാണ് വസീല. 3 വർഷം മുമ്പ് ഭർത്താവ് മരണപ്പെട്ടതിനു ശേഷം വീട്ടുജോലിക്ക് പോയാണ് ഇവർ ജീവിത ചെലവിനും ചികിത്സയ്ക്കുമുള്ള വരുമാനം കണ്ടെത്തിയിരുന്നത്. വസീലയെ മരുന്നിലൂടെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാനുള്ള ഡോക്ടർമാരുടെ ശ്രമത്തിനിടെ പ്രമേഹം വില്ലനായി. കടുത്ത പ്രമേഹത്തെ തുടർന്ന് ഇടതുകാൽ മുട്ടിന് താഴെ വെച്ച് മുറിച്ചു കളയേണ്ടി വന്നതോടെ ഇവരുടെ ജീവിതം വഴിമുട്ടി. കാൽ മുറിച്ചു മാറ്റിയതിനാൽ ജോലിക്ക് പോവാനാവുന്നില്ല. ചിറ്റൂർ വിളയോടി കരുണാശുപത്രിയിലാണ് വസീലയുടെ ചികിത്സ തുടരുന്നത്. പ്രതിമാസം 10,000-ത്തിലധികം രൂപയുടെ മരുന്ന് വേണം. ആംബുലൻസ് യാത്ര ചെലവ് വേറെ. ഷുഗർ വന്നിട്ട് കാല് മുറിക്കേണ്ടി വന്നു. പഴുപ്പ് കയറിയതാണ് കാലിൽ. 20 കൊല്ലമായി ഷുഗർ ഉണ്ടായിട്ട്. മരുന്ന് കഴിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. മെഷീനിൽ പോയിട്ടാണ് കാണിച്ചിട്ട് അവരൊന്നും പറഞ്ഞില്ല. അതിന് ശേഷം കരിണി പോയി കാണിച്ചപ്പോഴാണ് കാല് മുറിക്കണം പറഞ്ഞത്. ഒരുപാട് ബുദ്ധിമുട്ടും കഷ്ടപ്പാടുമാണ് എനിക്കും എൻ്റെ മകനിക്കും. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനാണ്. വീടില്ല, മണ്ണ് ചുമരാണ് വീട്. കിഡ്നിക്ക് കംപ്ലൈൻ്റ് ഉണ്ട്. ഷുഗറും കൊളസ്ട്രോളും BP ഒക്കെ ഉണ്ട്. അങ്ങനത്തെ സൂക്കട്. 3 കൊല്ലമായി ഭർത്താവ് മരിച്ചിട്ട്. ആള് വീട്ടിൻ്റെ ഉള്ളിൽ ഇതുപോലെ തൂങ്ങി മരിച്ചതാണ്. അതിൻ്റെ ഉള്ളിൽ 3 വർഷമായി മരിച്ചിട്ട്. പച്ചക്കറിൻ്റെ കച്ചവടമായിരുന്നു അവർക്ക്. കടയുണ്ടായിരുന്നു, പിന്നെ അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഞാൻ ചെറിയ വീട്ടുപണിക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അപ്പം എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. അടച്ചുറപ്പില്ലാത്ത ഏതു നിമിഷവും നിലംപൊത്താറായ വീട്ടിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ 14-കാരനായ മകനുമൊത്താണ് വസീല താമസിച്ചു വന്നത്. ഇതിനിടെ വീടിന്റെ സ്ഥിതി മോശമായതോടെ ഇരുവരും ബന്ധുവീട്ടിലേക്ക് താമസം മാറി. ദുരിതം ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുമ്പോഴും സുമനസുകളുടെ സഹായഹസ്തം എത്തുമെന്ന പ്രതീക്ഷയിലാണ് വസീല എന്ന നിത്യരോഗി. പാപ്പ മരിച്ചു, പിന്നെ ഉമ്മ ഉണ്ട്, ഒരാങ്ങളയുണ്ട്, ഒരേട്ടത്തിയും ഒരഞ്ചത്തിയും. അവരൊക്കെ ബുദ്ധിമുട്ടിലാണ്. ഇപ്പോൾ അന്നും പോയിട്ട് 8,000 രൂപൻ്റെ അടുത്തായി. ആംബുലൻസ് വണ്ടിക്കും എല്ലാം കൂട്ടിയിട്ട് കൊടുത്തത് അവിടെ കരിണിയിൽ. ഇൻഷുറൻസ് കാർഡ് അവിടെ അഡ്മിറ്റ് ആയാൽ തന്നെ ഇൻഷുറൻസ് കാർഡ് എടുക്കുള്ളൂ. അല്ലെങ്കിൽ പൈസ കൊടുത്ത് മരുന്ന് എല്ലാ കാര്യം ഒക്കെ വാങ്ങണം. വാങ്ങണം. അതെല്ലാം ഈ കിഡ്നിക്കും എല്ലാത്തിനും കംപ്ലൈൻ്റ് ആയതുകൊണ്ട് അപ്പോൾ എല്ലാം 2 മാസം ഇപ്പോൾ കൊണ്ടുപോയി അവിടെ. 2 മാസമായി ഇപ്പോൾ അവിടുത്തെ ചികിത്സ. കഴിഞ്ഞ മാസം 6-ാം തീയതി കൊണ്ടുപോയി. ഇനിയിപ്പോൾ ഈ മാസം 7-ാം തീയതി കൊണ്ടുപോകണം. എൻ്റെ വിഷമം കണ്ടിട്ട് എല്ലാവരും സഹായിച്ചു തരിക. എനിക്ക് അത്രയും ബുദ്ധിമുട്ടിലാണ്. തുടർ ചികിത്സയ്ക്കും ജീവിത ചെലവുകൾക്കും പണമില്ലാതെ വിഷമിക്കുന്ന ഈ നിർധന കുടുംബത്തിന് സന്മനസ്സുള്ളവരുടെ തുണയുണ്ടാവണം. UTV ന്യൂസ്, പാലക്കാട്.